ഇന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമുക്ക് ഒരു തുണ്ട് ചക്ക ഇട്ടിട്ടുണ്ട്. അത് വെച്ച് നമുക്കൊരു ചക്ക എരിശ്ശേരിയും വെച്ച് വാളക്കരുവാട് കറിയും വെച്ച് ഒരു പിടി പിടിക്കാം. കരുവാടെന്ന് പറഞ്ഞത് ഉണക്കമീനെയാണ്, പലയിടത്തും പല പേരിൽ അറിയപ്പെടും. എന്നാൽ നമുക്ക് തുടങ്ങാം. അമ്മയാകുമ്പോ കാച്ചി കിടക്കുമ്പോൾ ആർക്കും വേണ്ട. ഇപ്പൊ എല്ലാരും പൈസ കൊടുത്ത് നന്നായിട്ട് മേടിക്കും. 100 രൂപ എന്നാലും ആളുകൾ മേടിച്ചോളും. അതാണ് മധുരം വച്ച് തുടങ്ങി കേട്ടോ. പിന്നെ എരിശ്ശേരിക്കാണ്ട് കുഴപ്പമില്ല. തേങ്ങയൊക്കെ കടുവറുത്തിടാം. എപ്പോഴും മധുരം മാറൂലല്ലോ. അല്ല, നല്ല പച്ചവളമൊക്കെ അരച്ചു കൊടുക്കാം. ഓക്കെ, ആദ്യമായിട്ടും കിട്ടിയതുകൊണ്ട് ഇതൊക്കെ പോകും. നമ്മളെ ചക്കയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിന് ശേഷം 2-3 ചക്കക്കുരു കൂടെ അരിഞ്ഞിടാം. ഓക്കെ, കിളുന്ത് ചക്കയമ്മ. ചക്കക്കുരു ഉള്ളല്ലേ? ചക്കയ്ക്ക് 5-6 ചക്കക്കുരുവും കൂടെ ഇട്ടാൽ ചക്ക എരിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അങ്ങനെ നമ്മളെ ചക്കയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെള്ളം ഒഴിച്ച് അടുപ്പിലോട്ട് വയ്ക്കുന്നു. ഓക്കേ, അങ്ങനെ അരപ്പിന് ആവശ്യമുള്ള കരിവേപ്പിലയും തേങ്ങ, മഞ്ഞപ്പൊടി, ജീരകം, വെളുത്തുള്ളി, നല്ല നാടൻ പച്ചമുളക്, മുളക് നമുക്കുള്ള നിറച്ചതാണ്, കരിവേപ്പിലയും നമുക്കുള്ളത്. അങ്ങനെ നമ്മുടെ ചക്കയൊക്കെ ഏകദേശം വെന്തല്ലേ? ഉപ്പിടാം. അതിലോട്ട് ഇനി കുറച്ച് ഉപ്പ് കേട്ടോ. ഇനി നമുക്കിതിന് ആവശ്യമായ ഉപ്പിടാം. നേരത്തെ നമ്മൾ റെഡിയാക്കി അരപ്പ് ഇത് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് പത്രത്തിൽ കൂടെ വെള്ളം കൂടെ ഒഴിക്കാം. ഓ, ഇത്ര കട്ടി മതി. കൊള്ളാം. അങ്ങനെ വലിയ ചക്കയാണ്, വല കണക്ക് ഉണ്ടോ? ഇനി ഇതിന് നമുക്ക് വാങ്ങി വച്ചിട്ട് ചക്ക എരിശ്ശേരിക്ക് കടുവറുക്കാനുള്ള ഉരുളി അടുപ്പിൽ ഒഴിക്കാം. ആവശ്യമുള്ള ഉഴുന്ന്, കടുവ ഉഴുന്നാണല്ലേ? ഉഴുന്നിട്ടാണ് നമ്മൾ കടുവ ചുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് എൻ്റെ അമ്മച്ചി ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കുകയാണ്. നമ്മൾ ഇലയൊക്കെ സെറ്റ് ചെയ്ത് അപ്പം അതിനുശേഷം നമുക്ക് വെണ്ടയ്ക്ക വിഴുക്ക് പുരട്ടി, മാങ്ങ അച്ചാറ്, പിന്നെ ആവശ്യത്തിനായ ചോറ് മതിയമ്മ. എരിശ്ശേരി ഇരിക്കുമല്ലേ? ഒക്കെ എരിശ്ശേരി കൂടെ വെച്ചാൽ മതി. അച്ചാറ് വിളിച്ചമ്മ. വാവ്, മതി. ഉണക്കമീൻ, വാവ്. പിന്നെ ഒരു പിടി പിടിക്കാം. ആദ്യം എരിശ്ശേരി ഇങ്ങനെ എടുക്കുക. അതിലോട്ട് നമ്മൾ വാളക്കരുവാടില്ലേ, അതിൻ്റെ കഷ്ണം എടുത്ത് ഇവിടെ വയ്ക്കുക, ഇളക്കുക. കറിവേപ്പില വേണ്ട ഇപ്പം.